സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരെയൊക്കെ സംബന്ധിച്ചോളം ഇന്ന് വലിയ ജോലി സാധ്യതകളാണ് ഉള്ളത്. കാരണം ഗൾഫിലൊക്കെ ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകൾ നടക്കുന്നു. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ നടക്കുകയാണ്. ഈ ബിൽഡിങ്ങിന് എല്ലാത്തിനും തന്നെ നമുക്ക് പെർമിറ്റ് എടുക്കാൻ ആൾക്കാർ വേണം. അതുപോലെ ക്യൂഎസിന് ആൾക്കാർ വേണം, ബിം സോഫ്റ്റിൻ്റെ ആൾക്കാർ വേണം. ഇങ്ങനെ നിരവധി ഒഴിവുകളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്വെയർ ടൂൾസും മാത്രം പഠിച്ചുകൊണ്ട് ക്യൂഎസിലേക്കൊക്കെ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം വിട്ടിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഡ്രോയിങ്ങും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് അതുകൂടി അറിയാവുന്ന ആൾക്കാരായി തീർന്നാൽ നമുക്ക് ഒരു ഇന്ത്യനിൽ നിന്നും ഒരു എഞ്ചിനീയർ ആയിട്ട് തന്നെ ഈ പറയുന്ന ജോലികളെല്ലാം നേടാനായിട്ട് സാധിക്കും. അതായത് ഒരു സ്ഥാപനത്തിലെ താഴെത്തട്ടിൽ നിന്നും ഉയർന്നാണ് ഇതുവരെയും മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങളെപ്പോലെ കൺസ്ട്രക്ഷൻ ഫീൽഡുകളിൽ 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങൾക്ക് നിങ്ങളെ ആ ഒരു ലെവലിൽ നിന്നും ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഓരോ വർക്കുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സൈറ്റുകളിലൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സൂപ്പർവിഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളൊക്കെ ഒരു സൈറ്റിൽ പോയാൽ വെറുതെ നിൽക്കുന്നതിനാണ് ചിലപ്പോൾ അവർ പൈസ തരുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നു, ഇപ്പോൾ കമ്പി കെട്ട് ശരിയല്ല, അല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ നടത്തിയതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള പറയുന്നതിനാണ് ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റ്സ് ക്യാഷ് തരുന്നത്. മാത്രവുമല്ല, നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർ സൈറ്റിൽ നിൽക്കണമെന്നില്ല. കുറച്ച് ടൈം നിന്നാൽ മതി. ആ നിൽക്കുന്ന ടൈം കൊണ്ട് അവിടുത്തെ മൊത്തം പഠിച്ച് കാര്യങ്ങൾ പറയുന്നവനാണ് ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർ. അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിൻ്റെ കുറേ ടൂൾസ് മാത്രം പഠിച്ചാൽ പോരാ. അതിൻ്റെ പെർമിറ്റ് ഡ്രോയിങ്ങുകളും അതിൻ്റെ ബാക്കി എസ്റ്റിമേഷനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഇതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് സൈറ്റിലൊക്കെ എന്ത് നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. കഴിഞ്ഞ കാലഘട്ടം വരെയും ഇതൊക്കെ എന്ന് പറയുന്നത് 4, 5, 10 വർഷങ്ങൾ നിന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കൂടെ തന്നെ കുറച്ച് ദിവസം സൈറ്റുകൾ വരികയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്നും സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യയിൽ നിന്നും ഒരു എഞ്ചിനീയറിലാകെ മാറുവാനായിട്ട് സാധിക്കും. ഇതിലേക്കായിട്ട് ഞാൻ നിങ്ങളെ രാജധാനി കൺസ്ട്രക്ഷൻ്റെ വർക്ക് സൈറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു.